സോളോ ലെവലിങ്ങിൻ്റെ 7 എപ്പിസോഡ്സ് ഇറങ്ങിയിട്ടുണ്ട്. 8ാമത്തെ എപ്പിസോഡ് ഡിലേ ആവുമെന്നൊക്കെയാണ് പറയുന്നത്. മിക്കവാറും ഈ ആഴ്ച ബ്രേക്ക് ആയിരിക്കും. എന്തായാലും സീരീസ് ഓരോ എപ്പിസോഡ് ഇറങ്ങുന്നതോറും ലെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ജിൻബുവും ഓരോ എപ്പിസോഡിലും സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ ആദ്യത്തെ 2 എപ്പിസോഡ്സ് കാണുന്ന സമയത്ത് എനിക്കിതിൻ്റെ കഥയെപ്പറ്റി വലുതായിട്ടൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ മാൻബ വായിച്ച് നോക്കിയത്. അപ്പോഴാണ് ഇതിനിത്രയും ഹൈപ്പ് വരാനുള്ള കാരണം മനസ്സിലായത്. ഒരു ഗംഭീര സ്റ്റോറിയൊന്നുമല്ല, എന്നാൽ ഒട്ടും മോശമല്ല, നല്ല സ്റ്റോറിയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം എന്ന് പറയുന്നത് ജിൻബു എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടർ തന്നെയാണ്. അവൻ്റെ ഒരു ഒറ്റയാൾ അഴിഞ്ഞാട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. ബാക്കി എല്ലാവരെയും ഓവർ ഷാഡോ ചെയ്തു പോകുന്ന ഒരു ക്യാരക്ടറാണ് ജിൻബു. പക്ഷേ ജിൻബു ഇപ്പോഴും സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഒരുപാട് ഹൈ മൊമെൻറ്റ്സ് ഒക്കെ വരാനുണ്ട്. എപ്പിസോഡ് 7ലേക്ക് വരുവാണെങ്കിൽ ജിൻബുവും ജിൻഹോയും കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ഡഞ്ചനിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൂടെ നിന്നും ചതിക്കാൻ നോക്കിയ ബാക്കി ഹണ്ടേഴ്സിനെല്ലാം ജിൻബു ഒരു ദയം ദാക്ഷിണ്യം ഇല്ലാതെ കൊന്നിട്ടുണ്ടായിരുന്നു. അതിലെ മെയിൻ ആളായിരുന്നു ഹോങ് ഡോങ് സുക്ക്. കൊറിയൻ സീരീസ് ആയതുകൊണ്ട് എല്ലാവർക്കും വല്ലാത്ത പേരുകളാണ്. എനിവേ, ഇയാളുടെ അനിയനാണ് ഹോങ് ഡോങ് സു. ഡോങ് സു ഒരു എസ് റാങ്ക് ഹണ്ടറാണ്. കൊറിയൻ ഹണ്ടർ ആയിരുന്നിട്ട് പിന്നീട് അമേരിക്കയിലെ ഒരു ഗിൽഡിലേക്ക് മാറിയ ആളാണ്. ജിൻബുവും ജിൻഹോയും ചേർന്നാണ് അവൻ്റെ ബ്രദറിനെ കൊന്നതെന്ന് മനസ്സിലാക്കി അവർ രണ്ടുപേരും തട്ടാനുള്ള പ്ലാനിങ്ങിലാണ് ഡോങ് സു. ഇതേസമയം ജിൻബു നല്ല രീതിക്ക് തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു കഴിവും കൂടി കിട്ടിയിട്ടുണ്ട്. പോയിസണസ് ആയിട്ടുള്ള എന്ത് സാധനം ശരീരത്തിലോട്ട് കടന്നാലും അതിനപ്പം തന്നെ ബോഡി ന്യൂട്രലൈസ് ചെയ്യും. എപ്പിസോഡിൻ്റെ ലാസ്റ്റിൽ ഇതിൻ്റെ ഉപയോഗവും വരുന്നുണ്ട്. സെർബറസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഒരു പാമ്പിനെ തോപ്പിച്ചപ്പോൾ കിട്ടിയ പോഷൻ ഉപയോഗിക്കുന്നുണ്ട്. 20% ഡാമേജ് കുറയുമെങ്കിൽ അത് പോയിസണസ് ആണ്. പക്ഷേ ഇപ്പോൾ പോയിസൺ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അത് ഹീലിങ്ങിന് വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്തത്. സെർബറസുമായിട്ടുള്ള ഫൈറ്റ് നൈസായിരുന്നു. ജിൻമുവിനെ ശരിക്കും എടുത്തിട്ട് അലക്കിയിട്ടുണ്ടായിരുന്നു. അവൻ നല്ല രീതിക്ക് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിൻ്റെ പേര് തന്നെ റെഡ് കളറിലാണ് എഴുതി കാണിച്ചത്. അതായത് ജിൻബുവിനെയും കാട്ടിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഒപ്പോണൻ്റ് ആയിരുന്നു. എന്നാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും അതിനെ തോപ്പിച്ചു. ഡീമൻ കാസലിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത്രയും കഷ്ടപ്പെടേണ്ടി വന്നപ്പോൾ ജിൻബുവിന് തന്നെ മനസ്സിലായി ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് കുറച്ചുകൂടി സ്ട്രോങ് ആയതിനു ശേഷം വരാം. അവിടെ വെച്ചാണ് എപ്പിസോഡ് തീരുന്നത്. എന്തായാലും സീരീസ് ഓവറോൾ നല്ല രീതിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക.